ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയം. എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. അല്ല, നമുക്ക് അല്ലടോ, എല്ലാരും മറന്നാ? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ എല്ലാവരും മറന്നാ? അല്ല, ആരും ഇപ്പൊ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. എന്നാൽ മറക്കാൻ പാടില്ല. അതായത് മറക്കാൻ പാടില്ലാത്ത ഒരു ചിത്രം സമ്മാനിച്ചിട്ടാണ് ആ 1.5 വയസ്സുകാരൻ ഈ ലോകം വിട്ടു പോയിരിക്കുന്നത്. ആ 2 കൈയും പ്ലാസ്റ്റർ ഇട്ടിട്ട് ദയനീയമായിട്ട് നോക്കുന്ന ഒരു നോട്ടം, ആ നോട്ടം നമ്മൾ മലയാളികൾ മറക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അട്ടപ്പാടി മധുവിനെ നമ്മൾ ഒരു മനുഷ്യന്മാർ പോലും മറക്കത്തില്ല. കുറച്ച് ചോറിന് വേണ്ടിയിട്ട് ആ ഒരു വീട്ടിൽ കയറി ചോറെടുത്തു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊന്ന മധുവിനെ നമ്മൾ ഒരാളും മറക്കത്തില്ല. മധുവിൻ്റെ ആ ദയനീയമായൊരു നോട്ടമുണ്ട് ആ കെട്ടിയിട്ടപ്പോഴേ. ആ ഒരു നോട്ടം, അയാളുടെ വിശപ്പിൻ്റെ വിളി, അയാൾക്കത് എടുക്കരുതെന്നോ അല്ലെങ്കിൽ അതൊന്നും അറിയില്ലായിരുന്നോ, അയാൾ എടുത്തുപോയി. അയാളുടെ വിശപ്പ് കൊണ്ട് അയാളത് എടുത്തുപോയി. പക്ഷേ നാട്ടുകാരെല്ലാവരും അയാളോട് ചെയ്ത ക്രൂരത അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും പറയുന്നത് പോലെ മധുവിൻ്റെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ച പിടിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് മധുവിൻ്റെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം മലയാളികൾ ഒരാൾ പോലും സമാധാനത്തിൽ കിടന്നുറങ്ങിയിട്ടില്ല. എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റം വന്നു, അല്ലെങ്കിൽ എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രകൃതി തന്നെ ശോഭിക്കാൻ തുടങ്ങി. എന്തിനധികം പറയുന്നു, മലയാളികളുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ താറുമാറാക്കി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാ മധുവിൻ്റെ സംഭവം കഴിഞ്ഞതിൽ പിന്നെയാണ്. നമുക്കപ്പോൾ പറയാം വിലക്കയറ്റമൊക്കെ മന്ത്രിമാരും അവരല്ലേ നിശ്ചയിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മധുവിൻ്റെ ശാപമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇനി വേറൊരു കാര്യവും കൂടി പറയാം. ഈ കുഞ്ഞ് അതായത് ആശുപത്രിയിൽ നിന്നും വരുമ്പോഴേ ദയനീയമായിട്ടൊരു നോട്ടമുണ്ട്. ആ ദയനീയത അതിൻ്റെ മുഖത്ത് തന്നെയുണ്ട് കൃത്യമായിട്ടും. അതായത് അതിന് പറയാൻ അറിയില്ല. അവിടെ ചികിത്സിച്ച ഡോക്ടർമാർ ഏത് കോണത്തിലെ ഡോക്ടർമാരാണ്? അവറ്റകൾക്കറിയില്ലേ ഈ 1.5 വയസ്സുകാരൻ ഇങ്ങനെ വീണ കയ്യൊടിയില്ല എന്നറിയില്ലേ? ആ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള നേഴ്സന്മാർ ഇവിറ്റങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികളാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ കുഞ്ഞിനെ ഇതുപോലെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേ വീണ്ടും വീണ്ടും ആ തള്ളയുടെയും ആ ഒരു ക്രൂരൻ്റെയും അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്ത ഇവരെയൊക്കെ പ്രതികാക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ ചൈൽഡ് ലൈനെ വിളിച്ചിട്ട് അറിയിച്ചപ്പോഴേ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ അവനാണെങ്കിൽ വേറെ ആരോടോ പഞ്ചാരടിക്കുന്ന തിരക്കിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പഞ്ചാരവീരനെയും കൂടി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും പുറത്താക്കുക. അവനെ ഡിസ്മിസ് ചെയ്യല്ല വേണ്ടേ, അവനെന്താ വേണ്ടത് അറിയാം, അവനെയും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ പ്രതിയാക്കിയിട്ട് ഈ ജയിലിൽ കൊണ്ടിടുവാകേണ്ടത്. അവന് പെൻഷൻ പോലും കൊടുക്കാൻ പാടില്ല. അതായത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കുറേ ടീമുകളുണ്ട് നമ്മുടെ ഈ എന്താ പറയേണ്ടത് ഇതിൻ്റെ അകത്ത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിറ്റുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ യൂണിയൻ ഉണ്ടാകും എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്. അതായത് എന്ത് കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒരു ഡോക്ടറിനെ മൊത്തത്തിൽ ഇനി നീ നാളെ മുതൽ ചികിത്സിക്കണ്ട എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ, അവരുടെ യൂണിയൻ വരും. അതുപോലെ ഒരു നേഴ്സിനെ പുറത്താക്കാൻ കഴിയില്ല. കാരണം എന്താ, അവരുടെ യൂണിയൻ വരും. അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയിയെ പുറത്താക്കാൻ കഴിയില്ല. കാരണം എന്താ, അവരുടെ യൂണിയൻ വരും. അങ്ങനെ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തോന്നിയവാസം ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഏതെങ്കിലും ഒരുത്തിന് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭയമെങ്കിലും ഉണ്ടാകും. പണ്ട് ഷെഫീഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇതുപോലെ രണ്ടാനച്ഛൻ ചെയ്തിട്ട് ആ പയ്യൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു ജീവച്ഛവം പോലെയല്ലേ കിടക്കുന്നത്. എന്നിട്ട് എന്താ ഇവിടെ ചെയ്തത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഇതുപോലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ കുറച്ചു കാലം അന്തിച്ചർച്ചകൾക്ക് അങ്ങ് വിട്ടുകൊടുക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ വെളിയിലേക്ക് വരും. വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാം പിന്നീട് എന്ന് പറഞ്ഞ് ഇവരൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു നമ്പൂതിരിയുടെ മകളെ അതായത് രണ്ടാനമ്മ പട്ടിണിക്ക് ഇട്ട് കൊലപ്പെടുത്തിയതാണ്. അതിൻ്റെ അമ്മ മരിച്ചു പോയതാണ്. ആ നമ്പൂരി രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു താടകയാണ്. ആ സ്ത്രീ ഭക്ഷണം കൊടുക്കാതെ അതിനെ കൊലപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് എന്താ കൊടുത്തത്? എന്തോ ജീവപര്യന്തം എന്തോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതാണോ വേണ്ടത്? വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് തൂക്കിക്കൊല്ലണം, അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഇവിടെ കിടന്ന് തീറ്റിപ്പോറ്റും അല്ല വേണ്ടത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറോട് പറയുകയാണ്, അതായത് അങ്ങ് ജയില് പണിയുന്നതിലും നല്ലത് ഇവറ്റകളെ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ജയിലിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അവറ്റകൾ അവിടെ വെച്ച് തീർന്നോളും. എന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റവാളികളെ നമുക്ക് തീറ്റിപ്പോറ്റാതെ ലാഭം കിട്ടുവാർന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്. അവർക്ക് മാനുഷിക പരിഗണന വേണം.
അവർ ചെയ്തു പോയത് ഒരു മണ്ണാങ്കട്ടിയല്ല. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യാനുള്ള ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല, ഇനി കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം ജയിലിൽ കിടക്കണം, ഈ ഒരു സമീപനമാണ്. അതാണ് മാറേണ്ടത്. അതായത് ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് പോകത്തില്ല. മറ്റുള്ളവർ പറയുമ്പോഴും ഭയക്കണം. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ജയിലിൻ്റെ റിവ്യൂ അറിയാൻ വരെ ആൾക്കാരാണ്. അതായത് അവിടെ കൃത്യമായിട്ട് 2 മണിക്ക് ചായ വരും, 1 മണിക്ക് ഊണ് വരും, 100 ഗ്രാം ഇറച്ചി തരും, 2-3 ചപ്പാത്തി തരും, ഒരു ദിവസം ബിരിയാണി തരും. എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ നിരോധിക്കണം. ഇതൊക്കെ നിരോധിച്ചിട്ട് അവറ്റകൾക്ക് കൊടുക്കേണ്ടത് റേഷനരി, താണ റേഷനരി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കൊടുക്കുക. പക്ഷേ അതൊന്നും ഇവിടെ നടക്കൂല. കാരണം എന്താ അറിയാ, അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ചത്തോന് വേണ്ടി ശബ്ദിക്കാൻ ഒരു മനുഷ്യന്മാരില്ല. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടും തെരുവ് നായക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെയുള്ള മനുഷ്യന് ദ്രോഹമായിട്ടുള്ള ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്കൊക്കെ ശബ്ദിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശബ്ദിക്കാനോ ഒരു മനുഷ്യന്മാരില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ഈ അഖിലയും അതുപോലെ തന്നെ അവൻ്റെ കെട്ടിയോനും പിന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മാനെയും സഹോദരിയെയും വരെ അറസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവറ്റകളെല്ലാം കൂടിയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലിട്ട് അവിടെ വെച്ച് അടിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ നടത്തം കാണുമ്പോൾ നമുക്ക് ശരിയാകുന്നുണ്ട്. അതായത് ഏതോ ഒരു ആൺകുട്ടി നല്ലോണം പൂശിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അവൻ എവിടുന്നോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയേണ്ടത്, ഇതിൻ്റെ അമ്മ ഈ അഖിലയുടെ ഭർത്താവിൻ്റെ അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീ കൃത്യമായിട്ടെന്ന് പറഞ്ഞ ചൈൽഡ് ലൈനിൽ വിളിച്ചറിയിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് കേട്ടാ. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമ്മളെല്ലാവരും മറന്ന കാര്യമാണ്, എന്നാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അമ്മൂമ്മ വിളിച്ചറിയിച്ചിരുന്നതായി വിവരം പുറത്തു വരികയാണ്. കുട്ടിയുടെ അമ്മൂമ്മ റീന ഈ വിവരം വിളിച്ചു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു. കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞതിന് പിന്നാലെയാണ് ഇവർ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ വിളിച്ചത്. ഇതിൽ DCPU ഒരു നടപടിയും എടുത്തിട്ടില്ല. റീനയ്ക്ക് മറ്റെന്തോ പ്രശ്നം എന്നായിരുന്നു ഹെൽപ്പ് ലൈനിൽ നിന്നുള്ള മറുപടി. മെയ് 3-നാണ് റീന DCPUവിൽ വിളിക്കുന്നത്. 23-ാം തീയതിയാണ് കുഞ്ഞ് കൊല്ലപ്പെടുന്നത്. അമ്മൂമ്മയുടെ ആ ശബ്ദ സന്ദേശം കേൾക്കാം. ഇന്നലെ എന്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ അയച്ചു എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ അതില് അവള് തന്നെ വോയിസ് അയച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കൊച്ചിന് കളിപ്പെട്ട ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് ഇത്തിരി പൊക്കമുള്ളതായിരുന്നു. അവിടെ നിന്ന് 3 കാരണം മറിഞ്ഞു. ഇപ്പൊ ഞാൻ നിലവിൽ ഇതുവരെയും വിളിച്ചിരുന്നില്ല, മോളെ വിളിച്ചിട്ടില്ല. അപ്പൊ കുഞ്ഞിന്റെ അപ്പൊ ഇങ്ങനെ ഒരു പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. 2 കൈയിലും. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. പലതുമായി ചെയ്യുന്നത്. അല്ല, നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടിയെ നോക്കുന്നതിന് ഒരു വിഷയവും ഇല്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ വീട്ടിൽ നിന്ന് കുട്ടി നല്ല സന്തോഷത്തിലാണ് നിന്നത്. 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട് അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയില് എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി ഇനി കുട്ടി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോ തോന്നുന്നതാണ്. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. അത് നമ്മൾ എന്ത് ചിന്തിക്കുക. എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അതായത് ആ ഉദ്യോഗസ്ഥൻ അവൻ പറയുകയാണ് അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, അത് വേറെ എന്തെങ്കിലും ആയിപ്പോയതായിരിക്കും. അവനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല, താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം അവൻ്റെ ടേബിളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവന് ചിന്തിക്കാനാണെങ്കിൽ സൗകര്യവുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാപത്തിനു വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യനില്ല. ഇവനൊക്കെ ആരുടെ ആ ഒരു സ്ഥാനത്ത് വെച്ചത്? ഇവനെയൊക്കെ മാറ്റിയിട്ട് ഏതെങ്കിലും നല്ല പച്ചപ്പുള്ള പിള്ളേരെ വെക്ക്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ആൾക്കാരെ വെക്കാതെ വല്ല ലേഡീസിനെയും വെക്ക്. പിന്നെ ലേഡീസാന്നത്തെ അത്രയും വലിയ ക്രൂരനാന്ന് എന്നാലും പറയാറുന്ന്. അതായത് ഏതെങ്കിലും ഒരു നല്ല അമ്മമാരെ വെക്ക്. അല്ലാതെ ഇവനെ പോലെയുള്ള ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണിത്? ഇവനൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കയറി പറ്റിയത് തന്നെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരിക്കും. അതുപോലെയുള്ള അലമ്പ് വർത്തമാനിൽ ഇവനൊക്കെ പറയുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊന്നും ഒരു കാരണവശാലും ഇനി ആ സർവീസിൽ ഇരുത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവനൊന്നും മനസമാധാനത്തിൽ പെൻഷൻ വാങ്ങിച്ച് തിന്ന് ജീവിക്കാൻ പാടില്ല. ഇവനൊന്നും ജീവിക്കാനും പോകുന്നില്ല. കാരണം എന്താണെന്നറിയാം, അതായത് ഇവൻ്റെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് നിൽക്കും. അതായത് ഇവൻ ഉറങ്ങുമ്പോഴായാലും കിടക്കുമ്പോഴായാലും എന്തൊക്കെ ആയാലും ആ കുട്ടി അതുപോലെ വന്ന് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.